Next question ആണ് solve y triple dash minus 3y double dash plus 3y dash plus y equal to t square e raised to t, t square into e raised to t, where y of 0 1, y dash of 0 0, y double dash of 0 minus 2 ആണ്. ഈ ക്വസ്റ്റ്യന് കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യം നേരത്തെ എല്ലാം ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം രണ്ട് സൈഡിലെടുത്ത് എൽ ഓഫ് വൈ വരുന്ന ടേം എടുത്തു. പിന്നെ അതിൽ വൈ ഓഫ് 0, വൈ ഡാഷ് ഓഫ് 0, വൈ ഡബിൾ ഡാഷ് ഓഫ് 0 അതിനെല്ലാം വാല്യൂസ് കൊടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എൽ ഓഫ് വൈ എന്നുള്ളത് കിട്ടുന്നത് 2/s minus 1 whole cube plus s square minus 3s plus 1 whole divided by s cube minus 3s square minus 3s plus 1 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ താഴെ വരുന്ന ഈ ഡിനോമിനേറ്റർ എസ് ക്യൂബ് മൈനസ് 3s സ്ക്വയർ മൈനസ് 3s പ്ലസ് 1 എന്നുള്ളത് എസ് മൈനസ് 1 ഹോൾ ക്യൂബിൻ്റെ എക്സ്പാൻഷനാണ്. അപ്പോൾ ഇതിന് പകരം എന്ത് എഴുതിയിട്ടുണ്ട്? എസ് മൈനസ് 1 ഹോൾ ക്യൂബ് എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് രണ്ടെണ്ണത്തിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പം ഇവിടെ എസ് മൈനസ് 1 ഹോൾ ക്യൂബും എസ് മൈനസ് 1 ഹോൾ ക്യൂബ് ഉണ്ട്. അപ്പോൾ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 6 എഴുതി. പിന്നെ അടുത്ത ടേമിന് എസ് മൈനസ് 1 ഹോൾ ക്യൂബ് കൊടുത്തു. അപ്പോൾ അതിൽ ഇവിടെ എസ് സ്ക്വയർ മൈനസ് 3s പ്ലസ് 1ന് ചെറിയൊരു മാറ്റം വരുത്തി. എസ് സ്ക്വയർ മൈനസ് 2s പ്ലസ് 1 മൈനസ് എസ്, അതായത് മൈനസ് 2sഉം മൈനസ് എസും കൂടി എന്ത് തന്നെ കിട്ടുക? മൈനസ് 3s. അതെന്തിനാണെന്ന് വെച്ചാൽ എസ് സ്ക്വയർ മൈനസ് 2s പ്ലസ് 1ന് നമുക്ക് എന്ത് കൊടുക്കാം? എസ് മൈനസ് 1 ഹോൾ സ്ക്വയർ. എസ് മൈനസ് 1ൻ്റെ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ് എന്ത്? എസ് സ്ക്വയർ മൈനസ് 2s പ്ലസ് 1 എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ടേമിനെ എങ്ങനെ എഴുതാം? എസ് മൈനസ് 1 ഹോൾ സ്ക്വയർ മൈനസ് എസ് എന്ന് എഴുതാം. ഇനി വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഈ ടേമിനും ഈ ടേമിനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാ എസ് മൈനസ് 1 ഹോൾ സ്ക്വയർ ബൈ എസ് മൈനസ് 1 ഹോൾ ക്യൂബ് മൈനസ് എസ് ബൈ എസ് മൈനസ് 1 ഹോൾ ക്യൂബ് എന്ന്. അപ്പോൾ അതിൽ സ്ക്വയറും ക്യൂബും വരുന്നതായതുകൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പം 3 കിട്ടി. ദർഫോർ അത് എൽ ഓഫ് വൈ ആണ്. ദർഫോർ വൈ ഈക്വൽ ടു ഈ ടേം ഇതെല്ലാം ഇൻവേഴ്സ് 2 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് മൈനസ് 1 ഹോൾ ക്യൂബ് പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് മൈനസ് 1 മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് മൈനസ് 1 ഹോൾ ക്യൂബ്. ഇനി ഇത് ഓരോന്നിൻ്റെയും ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ സെക്കൻഡ് ടേമിന് ഇൻവേഴ്സ് ഡയറക്റ്റ് കിട്ടും. അതായത് 1 ബൈ എസ് മൈനസ് എൻ്റെ എന്താണ്? ഇ റേസ് ടു ടി ആണ്. ഇ റേസ് ടു ടി ആണ് 1 ബൈ എസ് മൈനസ് 1ൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞത്. ബാക്കി രണ്ട് ടേമിൻ്റെ ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനു വേണ്ടി നോക്കാം. എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 6 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം എൽ ഓഫ് ടി റേസ് ടു എൻ എന്നുള്ളത് എന്താണ്? എൻ ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1 ആണ്. എൻ ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൽ ഓഫ് ടി റേസ് ടു 5 എന്ത് വരും? 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റേസ് ടു 6 എന്ന് വരും. 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റേസ് ടു 6. Therefore, L of e raised to t into t raised to 5, അതായത് ഈ t raised to 5നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? ഒരു e raised to t. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം പറഞ്ഞിട്ടുണ്ട്. ഒരു ഫംഗ്ഷനെ e raised to at കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? ഈ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ എസിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? എസ് മൈനസ് എ. ഹിയർ ഇ റേസ് ടു ടി കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എ എന്നുള്ളത് 1 ആണ്. അപ്പോൾ ഇവിടെ എസിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? എസ് മൈനസ് 1. അതായത് 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 6 ആണ്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് മൈനസ് 1 ഹോൾ റേസ് ടു 6 ആണ്. അതായത് ഇതിൻ്റെ ഇൻവേഴ്സ്. Therefore, L inverse of 1 by s minus 1 whole raised to 6 equal to ഈ 5 ഫാക്ടോറിനെ ഇപ്പുറത്ത് എടുക്കുമ്പോൾ 1 by 5 ഫാക്ടോറിയൽ ഇൻറ്റു ഇ റേസ് ടു ടി ഇൻറ്റു ടി റേസ് ടു 5 ആണ് എന്ത് വരിക? എൽ ഇൻവേഴ്സ് ഓഫ് 1 by s minus 1 ഹോൾ റേസ് ടു 6 വരിക. ഓക്കെ. ഇനി അതുപോലെ നമുക്ക് ലാസ്റ്റ് മൂന്നാമത്തെ ടേമിൻ്റെ എസ് ബൈ എസ് മൈനസ് 1 ഹോൾ ക്യൂബിൻ്റെയും ഇതുപോലെ കണ്ടുപിടിക്കുക. എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് മൈനസ് 1 ഹോൾ ക്യൂബിൻ്റെ അത് പിന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് എഴുതാം ഈക്വൽ ടു 2 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് മൈനസ് 1 ഹോൾ ക്യൂബ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1 ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു ഇ റേസ് ടു ടി ഇൻറ്റു ടി റേസ് ടു 5 ആണ്.
പ്ലസ് രണ്ടാമത്തെ ടേമിൻ്റെ ഇൻവേഴ്സ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് 1 എന്ന് പറയുന്നത് നമുക്കറിയാം ഇ റേസ് ടു ടി ആണ്, മൈനസ് ലാസ്റ്റ് ടേമിൻ്റെ എൽ ഇൻവേഴ്സ് ഓഫ് s/s മൈനസ് 1 ഹോൾ ക്യൂബിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ അതിൽ ചെറിയൊരു മാറ്റം വരുത്താനുണ്ട്. എൽ ഇൻവേഴ്സ് ഓഫ് s/s മൈനസ് 1 ഹോൾ ക്യൂബിനെ മാറ്റിയിട്ട് എൽ ഇൻവേഴ്സ് ഓഫ് എസ്സിന് എസ് മൈനസ് 1 പ്ലസ് 1, അതായത് മൈനസ് 1 പ്ലസ് 1 0 എന്ന്, അപ്പോൾ എസ് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇതിന് പകരം എസ് മൈനസ് 1 പ്ലസ് 1 കൊടുത്തു, ഹോൾ ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 ഹോൾ ക്യൂബ് എഴുതി. അപ്പോൾ എന്ത് വരും? 2 × 1/5 ഫാക്ടോറിയൽ ഇ റേസ് ടു ടി ഇൻറ്റു ടി റേസ് ടു 5 പ്ലസ് ഇ റേസ് ടു ടി മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ്, ഇതും രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, അതായത് എസ് മൈനസ് 1 ഒരു ടേമും പ്ലസ് 1 ഉള്ളത് അടുത്ത ടേമും. അപ്പോൾ എന്ത് വരും? എസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 ക്യൂബ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 ഹോൾ ക്യൂബ് എന്നുള്ള ടേമിൽ വരും, ഈക്വൽ ടു 2 × 1/5 ഫാക്ടോറിയൽ ഇൻറ്റു ഇ റേസ് ടു ടി ഇൻറ്റു ടി റേസ് ടു 5 പ്ലസ് ഇ റേസ് ടു ടി മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ്, ഇതിൽ നിന്ന് എസ് മൈനസ് 1ഉം എസ് മൈനസ് 1 ഹോൾ ക്യൂബൊന്നും ഒരു ടേം ക്യാൻസൽ ചെയ്താൽ 1/s മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് വരും, പ്ലസ് അടുത്ത ടേം 1/s മൈനസ് 1 ഹോൾ ക്യൂബ് എന്ന് വരും, ഈക്വൽ ടു 2 × വേണമെങ്കിൽ 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 120 ആണ്. 5 ഫാക്ടോറിയൽ ഈക്വൽ ടു 120 ഇ റേസ് ടു ടി ഇൻറ്റു ടി റേസ് ടു 5 പ്ലസ് ഇ റേസ് ടു ടി മൈനസ്, ഇനി ഇവിടെ രണ്ട് ടേമിൻ്റെയും ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. 1/s മൈനസ് 1 ഹോൾ സ്ക്വയറിൻ്റെയും 1/s മൈനസ് 1 ഹോൾ ക്യൂബിൻ്റെയും ഇൻവേഴ്സ്. അത് ഈ നമ്മൾ രണ്ടാമത്തെ ടേമിൻ്റെ കണ്ടുപിടിച്ചതുപോലെ തന്നെ നമുക്കറിയാം L of t equal to 1/s square ആണ്. Therefore L of t into e raised to t എന്ത് വരും? 1/e raised to t കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എസിൻ്റെ സ്ഥാനത്ത് s മൈനസ് 1 കൊടുത്താൽ മതി. അപ്പോൾ 1/s മൈനസ് 1 ഹോൾ സ്ക്വയർ വരും. അപ്പോൾ ഇവിടെ L ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് 1 ഹോൾ സ്ക്വയർ എന്നുള്ളത് എന്ത് എഴുതാം? t e raised to t എന്ന് എഴുതാം. പിന്നെ അതുപോലെ അടുത്ത ടേമിൻ്റെ കണ്ടുപിടിക്കാൻ L of t സ്ക്വയർ ഈക്വൽ ടു 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s ക്യൂബാണ്. അപ്പോൾ L of e raised to t ഇൻറ്റു ടി സ്ക്വയർ, e raised to t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസിൻ്റെ സ്ഥാനത്ത് s മൈനസ് 1 കൊടുക്കുക. അപ്പോൾ s മൈനസ് 1 ഹോൾ ക്യൂബ് എന്ന് വരും. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 തന്നെ, 2 ഡിവൈഡഡ് ബൈ s മൈനസ് 1 ഹോൾ ക്യൂബ് വരും. അപ്പോൾ ഇതിൻ്റെ L ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് 1 ഹോൾ ക്യൂബ് ഈക്വൽ ടു ഈ 2, അപ്പോൾ അതായത് 1/2 e raised to t ഇൻറ്റു 1/2 e raised to t ഇൻറ്റു ടി സ്ക്വയർ എന്നാണ് എന്ത് വരിക? L ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് 1 ഹോൾ ക്യൂബ് വരിക. അപ്പോൾ നമുക്ക് ഇതിൽ എല്ലാ ടേമിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചു. അപ്പോൾ മൈനസ് 1/s മൈനസ് 1 ഹോൾ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് t e raised to t പ്ലസ് 1/s മൈനസ് 1 ഹോൾ ക്യൂബിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/2 e raised to t ഇൻറ്റു ടി സ്ക്വയർ ആണ്. 1/2 e raised to t ഇൻറ്റു ടി സ്ക്വയർ ഈക്വൽ ടു 2ഉം 120 പോയി 1/60 വരും. e raised to t raised to 5 വന്നു, പ്ലസ് e raised to t മൈനസ് t e raised to t മൈനസ് 1/2 e raised to t ടി സ്ക്വയർ എന്ന് വന്നു, ഈക്വൽ ടു ഓർഡറിൽ എഴുതിയാൽ e raised to t ആദ്യം എഴുതി, മൈനസ് t e raised to t എഴുതി, മൈനസ് 1/2 ടി സ്ക്വയർ e raised to t എഴുതി, പ്ലസ് 1/60 t raised to 5 e raised to t എഴുതി. എല്ലാത്തിനും e raised to t കോമൺ എടുത്തു. 1 മൈനസ് t മൈനസ് ടി സ്ക്വയർ ബൈ 2 പ്ലസ് t raised to 5/60.